തോക്ക് ചൂണ്ടി ചവിട്ടി നിലത്തിട്ട് ക്രഷർ മാനേജറുടെ കയ്യിലുണ്ടായിരുന്ന 10,30,000 രൂപ തട്ടിയെടുത്ത സംഘം മണിക്കൂറുകൾക്കുള്ളിൽ മംഗളൂരുവിൽ പിടിയിലായി. കർണാടക പോലീസിന്റെ പിടിയിലായ പ്രതികളെ ഹോസ്ദുർഗ് പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ബീഹാർ സ്വദേശികളായ മുഹമ്മദ് ഇബ്രോൺ ആലം, മുഹമ്മദ് മാലിക്, മുഹമ്മദ് ഫാറൂഖ് എന്നിവരാണ് അറസ്റ്റിലായത്. വ്യാഴാഴ്ച സന്ധ്യയോടെ കാഞ്ഞങ്ങാട് മാവുങ്കാൽ കല്യാൺ റോഡിലാണ് കേസിനാസ്പദമായ സംഭവം. ഏച്ചിക്കാനത്തെ ക്രഷർ മാനേജർ കോഴിക്കോട് സ്വദേശി രവീന്ദ്രനാണ് അക്രമത്തിന് ഇരയായത്. ക്രഷറിൽ നിന്നും ഇറങ്ങിയ രവീന്ദ്രൻ കാഞ്ഞങ്ങാട്ടെ താമസ സ്ഥലത്തേക്ക് പോകുന്നതിനായി റോഡരികിൽ ഓട്ടോയും കാത്തു നിൽക്കുകയായിരുന്നു. ഇതിനിടയിൽ കാറിലെത്തിയ സംഘം രവീന്ദ്രനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ ചവിട്ടി താഴെയിട്ട ശേഷം പണമടങ്ങിയ ബാഗുമായി കടന്നു കളയുകയുമായിരുന്നു. വിവരം ഉടൻ തന്നെ ഹോസ്ദുർഗ് പോലീസിനെ അറിയിച്ചു. തുടർന്ന് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത്, ഇൻസ്പെക്ടർ പി അജിത് കുമാർ, എസ്ഐമാരായ അഖിൽ, ശാർഗധരൻ, ജോജോ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് നീങ്ങിയ പോലീസ് സംഘം കാഞ്ഞങ്ങാട്ട് എത്തുമ്പോഴേക്കും അക്രമി സംഘം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെത്തി കാർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞിരുന്നു. അക്രമികൾ ട്രെയിൻ കയറി പോയിരിക്കാമെന്ന സംശയത്തെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ കർണാടക പോലീസിലും റെയിൽവേ പോലീസിലും വിവരമറിയിച്ചു. ഇതിനിടയിൽ ഹോസ്ദുർഗ് പോലീസ് മംഗളൂരുവിലേക്ക് എത്തിയിരുന്നു. തുടർന്നാണ് മംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ അക്രമി സംഘത്തെ ഹോസ്ദുർഗ് പോലീസ് കൈയോടെ പിടികൂടിയത്. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊള്ള നടത്താനുള്ള അവസരമൊരുക്കിയത് അസം സ്വദേശിയായ ധനഞ്ജയ് ബോറയാണെന്ന് വ്യക്തമായത്. തുടരന്വേഷണത്തിൽ ധനഞ്ജയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇയാൾ രവീന്ദ്രൻ മാനേജറായിട്ടുള്ള ക്രഷറിൽ ജോലിക്കാരനാണ്. ഇയാളാണ് കൊള്ളയടിക്കാനുള്ള തിരക്കഥ തയ്യാറാക്കിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. തട്ടിയെടുത്ത പണത്തിൽ നിന്നും 9,64,000 രൂപ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിന്റെ കൃത്യമായ ഇടപെടലാണ് പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ സാധിച്ചതെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ഹിന്ദിക്കാരോ ആണ് അവർ കണ്ടത്, അതാണ് അവർ നമുക്ക് പറഞ്ഞ ഒരു ഐഡന്റിറ്റി. അത് വെച്ചിട്ട് ഇവർ ലോക്കൽ എൻക്വയറീസ് ചെയ്തു. അടുത്ത CCTV ഫുട്ടേജസ് എല്ലാം ഇമ്മീഡിയറ്റ്ലി നോക്കി. അപ്പോൾ നമുക്ക് ഇവർ പറയുന്ന ഡിസ്ക്രിപ്ഷന് ആൾക്കാരിന് ഇമേജസ് കിട്ടി. അത് വെച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മളെല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും റെയിൽവേ പോലീസും പിന്നെ അടുത്ത ജില്ലയിലെ പോലീസ് എല്ലാ ഇവർക്കും ഫോട്ടോഗ്രാഫ്സ് നമ്മൾ സർക്കുലേറ്റ് ചെയ്ത് കൊടുത്തു. സോ ഫൈനലി നമുക്ക് ബൈ 10:30 മാംഗ്ലൂരിൽ നിന്നും ഈ ആൾക്കാരിനെ നമ്മൾ അലോങ് വിത്ത് നമ്മൾ ഹോസ്ദുർഗ് പോലീസ് അലോങ് വിത്ത് മാംഗ്ലൂർ പോലീസ് അവരിനെ അവിടെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ബൈ 10:30 we were able to catch. പിന്നെ ബൈ 8 o'clock I think 7:30 8 o'clock ഇവിടെ ആ ഗ്രാനൈറ്റ് കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാളിനെ പറ്റി നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അവർ കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലായി. കളിത്തോക്കാണ് സംഘം കാണിച്ചതെന്നാണ് സംശയം. രക്ഷപ്പെടുന്നതിനിടയിൽ തോക്ക് എവിടെയോ ഉപേക്ഷിച്ചുവെന്നാണ് അറസ്റ്റിലായ പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. തോക്ക് കണ്ടെത്താനുള്ള ശ്രമവും തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.